ഹായ് ഓൾ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ദി ഹോൾ കിറ്റ് ആൻഡ് കബോർഡിൽ. നമ്മൾ ഇന്നിവിടെ റീഡിങ്സ് നോക്കുന്നതിന് പകരം എന്താണ് ഒരു 3 കാർഡ് ടാരോ സ്പ്രെഡ് എന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാദ്യം നമ്മൾ സ്പ്രെഡ് എന്ന് പറഞ്ഞ ടേം എന്താണെന്ന് മനസ്സിലാക്കാം. കാർഡുകൾ അറേഞ്ച് ചെയ്ത് വയ്ക്കുന്ന രീതിയെയാണ് നമ്മൾ എന്താ പറയുക, സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പല റീഡിങ്സുകളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 3 കാർഡുകൾ വെച്ചിട്ട് റീഡ് ചെയ്യുന്നവർ, 5 കാർഡ്സ് വെച്ച് റീഡ് ചെയ്യുന്നവർ, അങ്ങനെ 7 കാർഡ്, അങ്ങനെ നിങ്ങൾ പല കാർഡുകൾ വെച്ച് റീഡ് ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 3 കാർഡ് ടാരോ സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ 3 കാർഡുകൾ വെച്ചിട്ട് റീഡ് ചെയ്യുന്ന ഒരു രീതിയെയാണ് നമ്മളെന്ത് പറയുന്നത്, 3 കാർഡ് ടാരോ സ്പ്രെഡ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും സിമ്പിളായിട്ടുള്ള 4 3 കാർഡ് സ്പ്രെഡുകളെ കുറിച്ചാണ് നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാൻ പോകുന്നത്. അതിലാദ്യത്തേതെന്ന് പറയുന്നത് ലീനിയർ സ്പ്രെഡ് എന്ന് പറയും. രണ്ടാമത്തേതാണ് ബാലൻസ് സ്പ്രെഡ്. മൂന്നാമത്തേത് ഫൗണ്ടേഷണൽ. നാലാമത്തേത് ക്രോസ്ഡ്. ഇനി നമുക്ക് ലീനിയർ 3 കാർഡ് ടാരോ സ്പ്രെഡ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഇവിടെ നമ്മളൊരു കഥ ഓർഡറിൽ പറഞ്ഞു പോകുന്നതിന് സിമിലറാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും. നിങ്ങൾ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ ടാരോ റീഡിങ് കണ്ടിട്ടുണ്ടാവും. അത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് നമ്മുടെ ലീനിയർ 3 കാർഡ് ടാരോ സ്പ്രെഡിലാണ്. അതുപോലെ തന്നെ കറൻറ്റ് സിറ്റുവേഷൻ, ആക്ഷൻ, ഔട്ട്കം, പിന്നെ യുവർ പാത്ത്, യുവർ പൊട്ടൻഷ്യൽ, ഇതെല്ലാം വരുന്നത് ലീനിയർ 3 കാർഡ് ടാരോ സ്പ്രെഡിൻ്റെ അടിയിലാണ്. രണ്ടാമത്തെ ലേഔട്ട് സ്റ്റൈലാണ് ബാലൻസ്ഡ് 3 കാർഡ് ടാരോ സ്റ്റൈൽ, അല്ലെങ്കിൽ ബാലൻസ്ഡ് 3 കാർഡ് ടാരോ സ്പ്രെഡ് എന്ന് പറയുന്നത്. ഇതിൽ മൂന്ന് കാർഡുകളാണല്ലോ നമ്മൾ എടുക്കുന്നത്. അതിൽ എല്ലാ കാർഡിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ കൊടുക്കുക. ജീവിതത്തിൽ ഈക്വൽ ഫോക്കസ് കൊടുക്കേണ്ട 3 ആസ്പെക്റ്റുകളെ കുറിച്ച് അറിയണമെങ്കിലാണ് യൂഷ്വലി നമ്മൾ ഈ സ്പ്രെഡ് സ്വീകരിക്കാറുള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ മൈൻഡ്, ബോഡി, സ്പിരിറ്റ്, അതുപോലെ തന്നെ ഫിസിക്കൽ, ഇമോഷണൽ, സ്പിരിച്വൽ, അതുപോലെ വാട്ട് ഐ തിങ്ക്, വാട്ട് ഐ ഫീൽ, വാട്ട് ഐ ഡു. ഇതൊക്കെയാണ് നമ്മുടെ ബാലൻസ് സ്പ്രെഡിൻ്റെ ഉദാഹരണമായിട്ട് നമ്മൾ എടുക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് നോക്കുമ്പോൾ തന്നെ അറിയാം. ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ മൈൻഡ്, ബോഡി, സ്പിരിറ്റ്, ഇത് മൂന്നും നമ്മുടെ ജീവിതത്തിൽ വളരെ ഈക്വൽ ഫോക്കസ് വേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഫിസിക്കൽ, ഇമോഷണൽ, സ്പിരിച്വൽ ആസ്പെക്ട്സ് നമ്മുടെ ലൈഫിലെ. ഇനി മൂന്നാമതായി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്ന സ്പ്രെഡാണ് ഫൗണ്ടേഷണൽ ലേഔട്ട് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതായത് 2 ഫാക്ടേഴ്സ് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് അഡ്വൈസാണ് അല്ലെങ്കിൽ എന്ത് ഔട്ട്കമ്മാണ് ലഭിക്കുക എന്നതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫൗണ്ടേഷണൽ സ്പ്രെഡ് യൂസ് ചെയ്യുക. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ സ്ട്രെങ്ത്ത്, വീക്ക്നെസ്സും നോക്കും. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് സ്ട്രെങ്ത്തും, രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് വീക്ക്നെസ്സും ആണെങ്കിൽ, മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് അഡ്വൈസാണ് നമുക്ക് കിട്ടുന്നത്. ഇനി മറ്റൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ വാട്ട് വർക്ക്ഡ്, വാട്ട് ഡിഡിൻറ്റ്, ആൻഡ് തേർഡ് കാർഡ് മീൻസ് വാട്ട് ലെസൺസ് വി ലേൺ ഫ്രം ദാറ്റ്. സോ ഇതാണ് ഫൗണ്ടേഷണൽ സ്പ്രെഡുകളുടെ ഉദാഹരണം എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ലേഔട്ടാണ് ക്രോസ്ഡ് ലേഔട്ട് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിലുള്ള ചാലഞ്ചുകൾ എന്തൊക്കെയാണ്, അതെങ്ങനെ ഓവർകം ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതിലെപ്പോഴും മിഡിൽ കാർഡ് അല്ലെങ്കിൽ രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒബ്സ്റ്റാക്കിൾസിനെ അല്ലെങ്കിൽ ചാലഞ്ചസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ സിറ്റുവേഷൻ, അതായത് ഫസ്റ്റ് കാർഡ് സിറ്റുവേഷൻ, രണ്ടാമത്തെ കാർഡ് മീൻ ചെയ്യുന്നത് ഒബ്സ്റ്റാക്കിൾ, മൂന്നാമത്തെ കാർഡ് അഡ്വൈസ്. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആസ്പിറേഷൻ, ചാലഞ്ച്, ഹൗ ടു ഓവർകം. അപ്പോൾ ഇത് രണ്ടാണ് മെയിൻ ഉദാഹരണങ്ങൾ ഇതിൻ്റെ വരുന്നത്. നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുക നമ്മുടെ ജീവിതത്തിലെ പാറ്റേണിൽ ഒരു ഒബ്സ്റ്റാക്കിളോ അല്ലെങ്കിൽ ഒരു ഡിലേമയോ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിലാണ് നമ്മൾ ഈ സ്പ്രെഡ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ 4 ലേഔട്ടിൽ ഏത് ചൂസ് ചെയ്യണമെന്ന് ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ, നമുക്ക് എന്താണ് അറിയേണ്ടത് എന്നുള്ളത് വളരെ ക്ലിയർ ആൻഡ് സ്പെസിഫിക് ആയിരിക്കണം. അപ്പോൾ അതൊരു ടാരോ റീഡ് ചെയ്യുന്ന ആളുടെ മുമ്പിലിരിക്കുമ്പോൾ നിങ്ങളുടെ
ക്വസ്റ്റ്യൻ എന്താണോ അത് ക്ലിയറും സ്പെസിഫിക്കുമായിട്ട് അദ്ദേഹത്തോട് പറയണം. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഏത് ലേഔട്ടാണ് സെലക്ട് ചെയ്യുക എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരുന്നു. ഇത് പുതിയതായിട്ട് ടാരോ എന്താണെന്ന് അറിയാൻ ശ്രമിക്കുന്നവർക്കും അല്ലെങ്കിൽ ടാരോ പഠിക്കുന്നവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസും കൂടുതൽ റീഡിങ്സും കിട്ടണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ദി ഹോൾ കിറ്റ് ആൻഡ് കബോർഡിൽ ആൻഡ് പ്ലീസ് എനേബിൾ ദി notification. Thanks for watching the video and for your support. We'll see you in next reading.